സംസ്ഥാന സർക്കാരുമായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ യുദ്ധം ആരംഭിച്ചിട്ട് മാസങ്ങളായി. ഇതിനു മുൻപും ഗവർണർ തിരുവനന്തപുരത്ത് വെച്ച് SFI പ്രവർത്തകരുടെ കരിങ്കൊടി പ്രതിഷേധത്തിനെതിരെ റോഡിലിറങ്ങി പ്രതിഷേധിച്ചിട്ടുണ്ടെങ്കിലും ഇന്നലെ ഏകദേശം 1.5 മണിക്കൂറോളമാണ് SFIയുടെ കരിങ്കൊടി പ്രതിഷേധത്തിനെതിരെ ഗവർണർ റോഡിലിറങ്ങിയിരുന്നതും പോലീസിനെ വിമർശിച്ചതുമല്ല. വൈകാതെ തന്നെ കേന്ദ്രത്തിൽ നിന്നും ഗവർണർക്ക് സുരക്ഷയൊരുക്കാൻ CRPF എത്തുകയും ചെയ്തു. എന്നാൽ ആരെത്തിയാലും ഗവർണർക്കെതിരെ പ്രതിഷേധം തുടരുമെന്ന പ്രഖ്യാപനമാണ് CPM പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഗവർണറെ തിരികെ വിളിക്കണമെന്ന് ആവശ്യപ്പെടാനാകില്ല. X പോയാൽ Y വരും. അതുകൊണ്ട് തിരിച്ചു വിളിക്കുന്ന കാര്യത്തിൽ രാഷ്ട്രീയ തീരുമാനം വരണം. ചിലപ്പോൾ ഇനിയും ഇതുപോലുള്ള RSSകാരനാകും വരുന്നത്. CRPF വന്നതുകൊണ്ട് ആരും ഗവർണർക്കെതിരായ പ്രതിഷേധം അവസാനിപ്പിക്കില്ല. പ്രഖ്യാപിച്ച പ്രതിഷേധങ്ങളെല്ലാം ആര് വന്നാലും നടക്കും. കേന്ദ്ര സുരക്ഷ ഏർപ്പെടുത്തുന്നതിൽ മാത്രമല്ല, ഒന്നിനും നടപടിക്രമം പാലിച്ചിട്ടില്ല. നിയമപ്രകാരമെങ്കിൽ ഗവർണർ ഇങ്ങനെ പെരുമാറുമോ എന്നായിരുന്നു ഗോവിന്ദന്റെ ആരോപണം. സാധാരണയായി ഗവർണർ പ്രവർത്തിക്കും പോലെയല്ല ആരിഫ് മുഹമ്മദ് ഖാൻ പ്രവർത്തിക്കുന്നത് എന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കി. ഒപ്പം സുരക്ഷാ കാരണത്തിന്റെ പേരിൽ രാജ്ഭവനിലേക്ക് CRPFനെ അയച്ചതിനെതിരെയും CPM വിമർശനം ഉയരുന്നുണ്ട്. സംസ്ഥാനങ്ങളുടെ അധികാരത്തിലേക്കുള്ള കേന്ദ്രത്തിന്റെ അതിക്രമമാണിതെന്നും നടപടി ജനാധിപത്യ ഫെഡറൽ തത്വങ്ങളുടെ ലംഘനമാണെന്നും അപലപിക്കാൻ തയ്യാറാകണമെന്നും LDF കൺവീനർ EP ജയരാജനും വ്യക്തമാക്കി. ഗവർണർക്ക് കേന്ദ്രസേനയുടെ സുരക്ഷ ഏർപ്പെടുത്തിയത് സംശയാസ്പദമാണെന്ന വിലയിരുത്തലിലാണ് സർക്കാരും CPM-ഉം. കൊല്ലത്തെ പ്രതിഷേധത്തിന് തൊട്ടു പിന്നാലെ കേന്ദ്രസേന എത്തിയതും കേരളത്തെ പോലീസ് രാഷ്ട്രീയ തടവറയിലാണെന്ന ഗവർണറുടെ പരാമർശവും പ്രത്യേക നീക്കങ്ങളുടെ ഭാഗമാണെന്നാണ് പാർട്ടിയും സർക്കാരും കരുതുന്നത്. സംഭവം കഴിഞ്ഞ് മണിക്കൂറുകൾക്കകം ചീഫ് സെക്രട്ടറിയോട് കേന്ദ്രം റിപ്പോർട്ട് തേടിയതും സർക്കാർ സംശയത്തോടെയാണ് കാണുന്നത്. ഇന്ത്യ ജനാധിപത്യ മതേതരത്വ ഫെഡറൽ രാഷ്ട്രമാണ്. ഫെഡറൽ തത്വങ്ങളുടെ നഗ്നമായ ലംഘനമാണ് ഇന്നലെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. തെരുവിൽ നിന്നും ആഭ്യന്തരമന്ത്രിയെ ഫോണിൽ വിളിക്കുന്നു. ഉടൻ തന്നെ സേനയെ അയക്കുന്നു. സംസ്ഥാന സർക്കാരിന്റെ ആവശ്യപ്രകാരമോ സംസ്ഥാന സർക്കാർ അറിഞ്ഞുകൊണ്ടോ ആകണം കേന്ദ്ര സേനയെ വിന്യസിക്കേണ്ടതെന്നായിരുന്നു EP ജയരാജന്റെ അഭിപ്രായം. ഏതായാലും സർക്കാരും ഗവർണറും തമ്മിലുള്ള പോര് മുറുകുന്നതല്ലാതെ യാതൊരു വിധത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും ഇരുവിഭാഗവും തയ്യാറാകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഗവർണർക്കെതിരെയുള്ള പ്രതിഷേധങ്ങൾ മുറയ്ക്ക് നടക്കുമെന്ന് MV ഗോവിന്ദൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഗവർണറുടെ സുരക്ഷയ്ക്കായി CRPF എത്തിയ സ്ഥിതിക്ക് ഇനി ഗവർണർക്ക് മുൻപിലേക്ക് കരിങ്കൊടിയുമായി എത്തുന്ന SFI സഖാക്കളുടെ അവസ്ഥ എന്താകുമെന്ന് കണ്ടു തന്നെ അറിയണം.